കൊച്ചി നഗരത്തിലേക്കൊന്ന് പോകാം. ഈ കൊച്ചിക്കാർക്ക് അവരുടെ പരിചിതമായ ഒരു കാഴ്ചയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, എങ്കിലും കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച. അതായത് ബണ്ണും ചായയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം. അത് വിൽക്കുന്നത് ഒരു ദമ്പതികളാണ്. ഒരു കാറിൽ സഞ്ചരിക്കും, ഒഴിഞ്ഞ ഇടങ്ങളൊക്കെ കണ്ടാൽ അവിടെ നിർത്തും. അവർ ഈ ചായ കച്ചവടം, ബൺ കച്ചവടം നടത്തും. അപ്പോൾ അതിന് അത്യാവശ്യം ഫാൻസൊക്കെ ഉണ്ട്. ശരണം ശ്രീലക്ഷ്മിയുമാണ് ഇങ്ങനെ ബണ്ണും ചായയുമായി ഒരു കച്ചവട വിപ്ലവം തീർക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായ ചായ കപ്പിൾസ് അവർ ഇന്ന് വൈറ്റ്ലയിലെ ഫോറം മാളിനടുത്ത് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവരെത്തുന്നതിന് മുമ്പേ ആ ചായയും ആ ക്രീം ബണ്ണും കഴിക്കാൻ വേണ്ടി എത്തിയ ആൾക്കാരെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ ആ വൈറൽ ടീ കപ്പിൾസ് അവരുടെ ബണ്ണും ചായയും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ആളുകളെല്ലാം ആ ബണ്ണും ചായയും കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇത്രയും നേരം കാത്തിരുന്ന് വന്ന ആളുകളാണ്. അങ്ങനെ ഇത്രയും നേരം ഏകദേശം ഒരു അരമണിക്കൂർ മുന്നേ ഇവിടെ കുറേ അധികം ആൾക്കാർ ഇങ്ങനെ ഈ ടീ കപ്പിൾസിനെയും കാത്ത് ഇരിക്കുകയായിരുന്നു. അവർ ഏകദേശം ടൈമിന് തന്നെ എത്തി. 4 മണി പറഞ്ഞു, 4 മണിക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ തുടങ്ങാൻ പോവുകയാണ്. rupees 15 ബൺ 2 ചായ 80 rupees 400 200 rupees 16 പാഴ്സൽ. അപ്പോൾ ചായയും ബൺമസ്കയും കഴിക്കാനുള്ള തിരക്കാണ് ആ കാണുന്നത്. വലിയ തിരക്കിനിടയിൽ നിന്ന് ക്യൂ നിന്ന് വേണം ഈ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ. ഏതായാലും ആ രുചികരമായ ആ ഇൻസ്റ്റാഗ്രാമിൽ ആ വിപ്ലവം ഇവിടെ കഴിച്ച ആൾക്കാർ കുറച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? നല്ല ടേസ്റ്റ്. ഇവിടെ എങ്ങനെ ഇതുണ്ടെന്ന് എങ്ങനെയാണ്? ഞാൻ ഇൻസ്റ്റ വഴിയായിരുന്നു കണ്ടിരുന്നത്. ഭയങ്കര മധുരമൊന്നുമില്ല, വളരെ റൈറ്റ് എമൗണ്ട് ആണ്. നല്ലൊരു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. കിട്ടുമെന്ന് നല്ല സംശയമുണ്ട്. കിട്ടി. എത്ര നേരം കാത്തി നിന്നിട്ടാണ് കിട്ടി? പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യാൻ പോണ. കഴിച്ചോട്ടെ ആദ്യം. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് നമ്മുടെ വീട് ഇവിടെ അടുത്താ. അപ്പൊ ഇവിടെ പറഞ്ഞപ്പോ നേരത്തെ ഓടുകയാണോ? ആദ്യമായിട്ട് കഴിക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ചായക്കപ്പളും ഉണ്ടെങ്കിൽ ഇത്രയും വലിയ തിരക്കുണ്ടാക്കിയ ആൾക്കാരാണ് ഈ കാണുന്ന ശ്രീലക്ഷ്മി. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ശരൺ. എവിടെ പോയേക്ക്? ബണ്ണെടുക്കാൻ പോയേക്ക് തീർന്നു പോയി. അപ്പോൾ ഇതെങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓർഡർ ഞങ്ങൾ QR കോഡ് വെക്കും. ഇപ്പൊ ഇവിടെ വരുമ്പോൾ അത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ ക്യൂ കിട്ടാൻ ആദ്യം ആരാ വന്നേന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ഓർഡർ കിട്ടും. അപ്പോൾ പേര് വിളിക്കും, അവരൊന്ന് കളക്ട് ചെയ്യും. അതാണ് സിസ്റ്റം. എങ്ങനെയാണ് ഈ ഒരു ബണ്ണും ഈ ചായയിലേക്ക് വന്നത്? ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും അബ്രോഡായിരുന്നു. രണ്ടുപേരും 2 രാജ്യത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരണം, നാട്ടിലൊന്നും എന്തെങ്കിലും ഒരുമിച്ച് ചെയ്താലോന്ന് ആലോചിച്ചപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വന്നത്, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെന്നാൽ കുക്ക് ചെയ്യാം, ആൾക്ക് മാനേജ് ചെയ്യാനും ആൾക്കാരൊക്കെ ഡീൽ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്തുകൂടെ തുടങ്ങിക്കൂടെ അയച്ചിട്ടാണ് ഇത് സംഭവം തുടങ്ങിയത്. അതിൽ ചായ വന്നത്, എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കറങ്ങി നടന്ന് കുറേ ചായ കുടിക്കുന്ന ആളാണ്. അപ്പം എന്താ പറയുക, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽറ്റി പുറത്ത് പോകുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഒരു സ്പെഷ്യൽറ്റി എല്ലാവരും കൂടെ കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം കിട്ടിക്കൂടെ അയച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നത്. തുടക്കത്തിൽ 3 ദിവസം ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടില്ല, ഒന്നും ഇട്ടില്ല, ഇങ്ങനെ വന്ന് നിന്ന് എല്ലാവർക്കും കൊടുത്തു. ആ മേടിച്ചൊരു പിന്നെയും വന്നപ്പോഴാണ് മനസ്സിലായത് ഓക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കുറെ നല്ല അഭിപ്രായം കിട്ടി. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇട്ടു. അതിന് ശേഷമാണ് പിന്നെ ഫുഡ് ബ്ലോഗേഴ്സ് വന്നു. പിന്നെ ഇങ്ങനെ പോയി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കാതെ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറി? കുറേ കമന്റ്സ് ഉണ്ട്, പനമ്പള്ളി വായോ, ഇങ്ങനെ വായോ, കലൂർ വായോ, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ലേറ്റ് ആവും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടെന്നാൽ അവർ ചോദിക്കുന്ന ഈ സ്ഥലത്തൊക്കെ പോയിട്ട് എല്ലാവർക്കും എത്തിച്ചുകൂടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോപ്പപ്പ് സ്റ്റോഴ്സ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കഫേ സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഞങ്ങളെന്നാൽ പോപ്പപ്പ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കൊച്ചി മാത്രമായിരിക്കും കേരളം മൊത്തം ഇങ്ങനെ പോകാനാണോ? അതാണ് പ്ലാൻ. ഒരു സ്റ്റാർബക്സ് ഒക്കെയാണ് ഞങ്ങളുടെ ഡ്രീം. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. ഗ്ലൗസ്. സോപ്പിടാനായിട്ട് ഒരു ബണ്ണ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. സോപ്പിടാൻ വേണ്ടി അത് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കും ഈ ബണ്ണും ചായയും കിട്ടി. അപ്പോൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇത്രയധികം ആളുകൾ ഇവരുടെ ഇടത്തേക്ക്, ഇവരെ തേടി ഇങ്ങോട്ടേക്ക് എത്താനും കാരണം. സുജയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഒരു ചായ വിൽപ്പന കണ്ടിട്ട് ഇത്രയും സന്തോഷം തോന്നുന്ന ആദ്യമാണെന്നുണ്ട്. കാരണം അവർ
എത്ര രസമായിട്ട് ആസ്വദിച്ചാണ് ആ ജോലി ചെയ്യുന്നത്. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും കേരളത്തിൽ നിന്ന് നാട് വിട്ടു പോകണേ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വോട്ട് തേടി വരെ വിദേശത്തേക്ക് രാഷ്ട്രീയക്കാർക്ക് പോകേണ്ടി വരുന്ന സമയത്ത് 2 രാജ്യത്തുണ്ടായിരുന്ന ആളുകൾ എന്തുകൊണ്ട് നമുക്ക് നാട്ടിലേക്ക് വന്നുകൂടാ, നാട്ടിലൊരു സംരംഭം തുടങ്ങിക്കൂടാ എന്ന് ചിന്തിച്ച് വിജയിക്കുകയാണ്. അപ്പോൾ നല്ല ചായയും നല്ല ബണ്ണും ഒക്കെയാണ്. അപ്പോൾ ശ്യാമെ, അത് രുചിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആളുകളൊക്കെ അത്രയും തിരക്കാണുമ്പോൾ അറിയാം അവരുടെ കൈപുണ്യം എന്താണെന്ന്. സ്റ്റാർബക്സ് ആണ് ഞങ്ങളുടെ സ്വപ്നം എന്നാണ് പറഞ്ഞത്. അത് സത്യമാവട്ടെ. ഇന്ന് കൊച്ചിയിലെ ചായ കപ്പിൾസ് വലിയ തരംഗം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അവർ എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് പറയുന്നത്. അത് തേടിപ്പിടിച്ച് അവരെത്തുന്നതിന് മുന്നേ ഈ ബൺമസ്കയും ആ ചായയും കഴിക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ കാത്തു നിൽക്കുന്നതാണ് നമ്മളും ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ കൊച്ചിയുടെ വിവിധ മേഖലകളിൽ ഈ ചായ കപ്പിളായിട്ടുള്ള ശരണിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ബൺമസ്കയും ചായയും അങ്ങനെ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവരും വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്ന് ഈ ജോലിയൊക്കെ രാജിവെച്ച് ഇവിടെ വന്ന് 2 പേരും കൂടി ആലോചിച്ചൊരു തീരുമാനമാണ് ഈ ബൺമസ്കയും ഈ ചായയും. എന്തായാലും അത് ഇന്ന് കൊച്ചിയെ സംബന്ധിച്ച് ഹിറ്റായിരിക്കുകയാണ്. പലയിടങ്ങളിലും ഇവരുടെ ഈ ബൺമസ്കയും ചായയും ഒക്കെ കോപ്പിയടിച്ച് പലയിടങ്ങളിലും ഇത്തരത്തിൽ വിപണനവുമൊക്കെ പലരും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ശ്രീലക്ഷ്മിക്കും ശരണിനും വൈകിട്ട് 4 മണിക്ക് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ, അതായത് ഒരു സമയം പോലും റെസ്റ്റില്ലാതെ ആ കൊണ്ടുവന്ന ബണ്ണും ആ ചായയും 1 മിനിറ്റ് പോലും ഒഴിവില്ലാണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് തേടിപ്പിടിച്ച് ആൾക്കാരെത്തുന്നു. എന്തായാലും അവിടെ അങ്ങനെ വലിയ തിരക്കുണ്ടെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. ആ QR കോഡിൽ സ്കാൻ ചെയ്ത് നമുക്ക് വേണ്ട ബണ്ണിൻ്റെയും ചായയുടെയും ആ എണ്ണം അടിക്കണം. അതനുസരിച്ച് എത്രയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അതനുസരിച്ചാകുമ്പോൾ QR കോഡ് അവർ മാറ്റും, ക്ലോസ് ചെയ്യും. വരുന്ന എല്ലാവർക്കും കൃത്യമായ രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത്തരത്തിൽ കിട്ടാറില്ല. അങ്ങനെ പുറത്തുനിന്ന് പോലും ബണ്ണ് വാങ്ങിച്ച് അവരുടെ ആ ഒരു പ്രത്യേകതരം ക്രീമൊക്കെ തേച്ച് കൊടുക്കേണ്ട സാഹചര്യവുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവർ 2 പേരും കൂടി അങ്ങനെ തീരുമാനിച്ച ഈ ചായ കപ്പിൾ, ആ ദമ്പതികളുടെ ആ ഒരു സ്വപ്നം അത് വളരെ വലുതാണ്. എന്തായാലും ആ സ്വപ്നത്തിലേക്ക് അവർക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ട. നിലവിൽ അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ആ ഒരു ബൺമസ്കയും ചായയും കൊച്ചി നഗരത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്.